വെൽക്കം. ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് കാക്കപ്പഴം, പേഴ്സിമൺ ഫ്രൂട്ട് അല്ലെങ്കിൽ കാക്കിപ്പഴം എന്നെല്ലാം പറയുന്നൊരു ഫ്രൂട്ട്. വിദേശ ഫ്രൂട്ടാണിത്. അതീവ ഔഷധ ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ട് വളരെ കോസ്റ്റ്ലിയാണ്. ഔഷധ മൂല്യം പോലെ തന്നെ അതീവ ടേസ്റ്റുമായ ഈ പഴത്തെ ദൈവത്തിൻ്റെ സ്വന്തം പഴം എന്നും പറയപ്പെടുന്നു. എല്ലാ പഴങ്ങളും ദൈവത്തിൻ്റേതാണെങ്കിലും സുന്ദരിയായ ഈ പഴത്തെ കഴിക്കാത്തവരുണ്ടെങ്കിലൊന്ന് കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണിതിന്. ഇത് തൊലിയോട് കൂടെയും അല്ലാതെയും കഴിക്കാം. നല്ല ഓറഞ്ച് കളറാവുമ്പോഴാണ് ഇത് പഴുത്ത് പാകമാവുന്നത്. വിദേശിയായ ഈ പഴം കേരളത്തിൽ ഇതുവരെ കായ്ച്ചതായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല തണുപ്പുള്ള ഏരിയയിലാണ് ഈ ഫ്രൂട്ട് ഉണ്ടാവുന്നതെന്ന് പറയപ്പെടുന്നു. ചില ഇനം പേഴ്സിമോൺ ഫ്രൂട്ടുകളിൽ ഓരോ വിത്ത് വീതമുണ്ടാവും. ഇത് സീഡ്ലെസ് ആണ്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും ഈ പഴം വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഫ്രൂട്ട് നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് വേണേൽ കഴിക്കാം. നമ്മുടെ വിശപ്പും ക്ഷീണവും നല്ല പോലെ മാറുന്നതാണ്. അതുകൊണ്ട് യാത്രയിലൊക്കെ കൊണ്ടു നടക്കാൻ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ എയും സിയും നല്ല പോലെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദിവസം ഒരു പഴം മുഴുവനായി കഴിക്കാം. അധികമായാൽ അമൃതും വിഷമാണല്ലോ. അതേപോലെ ഒന്നിൽ കൂടുതൽ കഴിക്കേണ്ട. കാഴ്ചശക്തിക്കും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ കാരണം ക്യാൻസർ, സ്ട്രോക്കിന് വരെ ഔഷധമാണെന്ന് പറയപ്പെടുന്നു. തൊലി ചെത്തി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ ഷേപ്പിൽ ഇത് കട്ട് ചെയ്താൽ ഉള്ളിൽ സ്റ്റാർ പോലെയാണ്. കാണാൻ അതിമനോഹരമാണ്. നമ്മൾ ക്രോസ് ആയിട്ട് മുറിച്ചാൽ ഇങ്ങനെ കാണില്ല. ചിലരൊക്കെ കേരളത്തിൽ തൈ മുളപ്പിച്ച് നോക്കിയിട്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എവിടെയും കായ്ച്ചതായിട്ട് ഇതുവരെ അറിയില്ല. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളുമുണ്ട്. കുറേ മുന്നേ വരെ ഗൾഫിൽ നിന്ന് മാത്രമായിരുന്നു ഈ പഴങ്ങൾ കൊണ്ടുവരാറുള്ളത്. ഇപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലും ഉണ്ടാവാൻ തുടങ്ങിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.